സിൽക്കി കോട്ട ഫാബ്രിക്കിനകത്തേക്ക് വന്നേക്കുന്ന അൺസ്റ്റിച്ചഡ് സൽവാർ സ്യൂട്ടിന്റെ വീഡിയോ ആട്ടോ. അപ്പോൾ ഇതിന്റെ ഒരുപാട് കളേഴ്സിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ യോക്ക് പോർഷനിലേക്കായിട്ട് സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും ദുപ്പട്ടയുടെ സൈഡ് ബോർഡേഴ്സിലേക്കായിട്ട് എംബ്രോയിഡറി വർക്കും കൂടെ വന്നേക്കുന്ന ഐറ്റംസ് ആട്ടോ. അപ്പോൾ എല്ലാത്തിനും തന്നെ എംബ്രോയിഡറിയുടെ കോമ്പിനേഷൻസ് ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ്. ഇത് വന്നേക്കുന്ന ലൈറ്റ് ഒരു പേസ്റ്റൽ ഒരു ഗ്രീൻ കളർ, ഇനിയിപ്പോൾ ഒരു ഡാർക്ക് ഒരു ഗ്രീനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കോമ്പിനേഷൻസ് ഒരു പീച്ച് ആൻഡ് ഒരു പിങ്ക് കോമ്പിനേഷനിലേക്ക് എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്ന ഐറ്റംസ്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ തന്നെ സെയിം തന്നെ എംബ്രോയിഡറി സെയിം ആയിട്ട് തന്നെ ബ്ലാക്ക് കളറിലേക്ക്. അപ്പോൾ സിൽക്കി കോട്ട എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, നമ്മുടെ നെറ്റ് കോട്ടയുടെ ഒക്കെ ഒരു ഏറ്റവും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നേക്കുന്ന ഒരു ഫാബ്രിക്കാണ്. ഇങ്ങനെയാട്ടോ അതിൻ്റെ ആ ഒരു ഫീല് വരുന്നത്, ഒരു നെറ്റ് പോലത്തെ ഒരു ഇതിലേക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബ്ലാക്കിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ബ്ലാക്കിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സാധാരണ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ബോട്ടം കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് സാൻഡോം ബോട്ടമാണ് കൊണ്ടുവരാറ്. പക്ഷേ ഈ പ്രാവശ്യം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കോട്ടൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടാൻ നല്ല കംഫർട്ടബിളും ആട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബേബി പിങ്ക് കളറിനകത്തേക്കാണ്. അതിൻ്റെ ബോട്ടത്തിൻ്റെ ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത്. ഇതാട്ടോ ടോപ്പിൻ്റെ ആ ഒരു കോമ്പിനേഷനും ദുപ്പട്ടയും കൂടെ വരുന്നത് ഇങ്ങനെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ്, ലൈറ്റ് ക്യൂട്ടായിട്ടുള്ള ബേബി പിങ്ക് കളർ. ഇതാണ് ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടെ ഡാർക്കറായിട്ട് വരുന്ന ഒരു ഗ്രീനും കൂടെ ഉണ്ട്. അതിൽ കുറച്ചുകൂടെ ലൈറ്റായിട്ടൊരു പേസ്റ്റൽ ഗ്രീനിലേക്കായിരുന്നു. ഇത് കുറച്ചും കൂടെ ഒരു ഡാർക്കായിട്ടുള്ളൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലേക്കാട്ടോ. പീച്ച് തന്നെയാണ് കോമ്പിനേഷനായിട്ട് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 865 റേറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലേക്കും ആട്ടോ. അതിൻ്റെ നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പീച്ച് കളർ. ഇങ്ങനെയാണ് വരുന്നത്. പീച്ചിലേക്ക് ആ പീച്ച് വന്നപ്പോൾ തന്നെ കുറച്ച് സൈലൻ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഷെയ്ഡായത്. എനിക്ക് ഒത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത് വേണ്ട എന്നുള്ളവർക്ക്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് വൈറ്റ് കളറിലേക്ക്. ഇത് വേണമെങ്കിൽ നമുക്ക് ക്രിസ്മസിലേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ക ആ ഒരു വൈറ്റ് ആൻഡ് റെഡ് എന്നല്ലാതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻസിലേക്കാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ പ്രൈസ് 865 ആണ്, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലേക്ക്.